എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു തവണ പോയി ഹിറ്റ് ചെയ്ത അതേപോലെയാണ് വൈറ്റ് ഡോട്ടിൽ പോയി ഹിറ്റ് ചെയ്ത് 158 എന്നുള്ള വൈറ്റ് ഡോട്ട്. അതിന് മുകളിലോട്ട് ക്യാൻഡിൽ പോയാൽ മാത്രമാണ് ഈ മൂവ്മെൻ്റ് ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 227 പോയി നിൽക്കും. അതിനുശേഷമാണ് അടുത്ത മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. കാരണം നിലവിൽ സിയുടെ ക്യാൻഡിലിൽ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് മാർക്കറ്റ് മേളിലോട്ട് പോയിട്ടും ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവാതെ അതിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത്. അത് റെഡ് ഡോട്ടിലാണ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. 9:42 9:45 ക്യാൻഡിലൊരു വിവരം നമുക്ക് അറിയാൻ പറ്റും. ഒരു ഒറ്റ വിക്ക് മേളിലോട്ട് അടിച്ചാൽ 227 പോകും. ഇപ്പോൾ RSI 2 മിനിറ്റിലൊരു ക്രോസ് ഓവർ ആയിട്ടുണ്ട്. അപ്പോൾ സിയിൽ നമുക്കിപ്പോൾ ഹോൾഡിംഗ് ഉണ്ടെങ്കിലും അതൊന്ന് കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്യണം. കാരണം ഒരു ഒറ്റ വിക്കാണ് ചിലപ്പോൾ 227 അടിക്കുള്ളൂ. അത് മാക്സിമം അവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിയാലും പോകാനുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ 232 വരെ പോകത്തുള്ളൂ. അതായത് സിയിൽ ഇപ്പം എടുത്തു വെച്ചിരിക്കുന്ന ആൾക്കാർക്കിട്ടൊരു സ്റ്റോപ്പ് ലോസിൻ്റെ പണി, അതാണ് മേ ബി വരാനായിട്ടുള്ള പോസിബിലിറ്റി കാണുന്നത്. അപ്പം നമ്മളിപ്പോൾ അടുത്ത ആവറേജിങ് നമ്മളിപ്പോൾ എന്തായാലും ചെയ്യുന്നില്ല. പിന്നെ SMA ഓൾറെഡി മുകളിൽ നിൽപ്പുണ്ട്. RSI 2 മിനിറ്റിൽ ക്രോസ് ഓവർ ആയത് കാരണം ഇവിടെ നമ്മൾ ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച് പിയിലെ ഹോൾഡിങ്. ഇപ്പം നമുക്ക് പിയിൽ ഒരു 5000 രൂപ പ്രോഫിറ്റ് കിട്ടി. ഇപ്പോൾ സിയിൽ 4700 നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഓൾറെഡി 100 രൂപയെ ലോസ് ഉള്ളൂ. അത് തിരിച്ച് കോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പുറത്ത് കിട്ടിയ പോയിന്റ് നമുക്കെന്താ പ്രോഫിറ്റാണ്. നമ്മൾ പേടിച്ച് പോയാൽ പോയി. ഒരു 6000 രൂപ ലോസൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ പേടിച്ച് പോയാൽ അവിടെ പോയി എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ഇത് റോങ് ഡയറക്ഷണൽ ട്രേഡിംഗ് ആണ്. 15 മിനിറ്റ്സിൻ്റെ RSI സ്റ്റിൽ ഡൗൺ സൈഡ് തന്നെയാണ്. നമ്മൾ ഓപ്പൺ ചെയ്തപ്പോഴേ പറഞ്ഞാണ് ഇത്
റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് ഒരു മൂവിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇപ്പോൾ ഒരു ബേസിലാണ് 23,723 എന്നുള്ളൊരു ബേസിലാണ് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു വിക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് 23,684 മാർക്കറ്റ് നിലവിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ 3 ദിവസത്തെ സപ്പോർട്ട് ലൈനിലാണ് മാർക്കറ്റ് ഇപ്പോൾ സപ്പോർട്ട് എടുക്കുന്നത്. മാർക്കറ്റ് തിരിച്ച് വീണ്ടും 156 വന്നിട്ടുണ്ട്. ഇത് 170 ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇപ്പുറത്ത് പിയിൽ കിട്ടിയത് ലാഭം. 170 കറക്റ്റായിട്ട് നമ്മുടെ ആവറേജ് പ്രൈസും 170 കറക്റ്റ് ടിപ്പിൽ വന്ന് നിൽക്കുക. ഇത് 157 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 170 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ SMA ടച്ച് ചെയ്യാനായിട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ അത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് 170 മുട്ടുമ്പോൾ നമുക്ക് 2 ലോട്ട് എക്സിറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് SMA മുട്ടുമ്പോൾ 3 ലോട്ടിലെ പ്രോഫിറ്റായിട്ട് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇപ്പുറത്ത് ഒരു 5,000 രൂപ പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിച്ചോ. ഇപ്പുറത്ത് 3,400 എക്സിറ്റ് ആയാലും 1,600 രൂപ പ്രോഫിറ്റാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് സ്ട്രഗിൾ വന്നു എന്ന് വിചാരിച്ചാൽ ഇത് ഈ പ്രീവിയസ് പിയുടെ ക്യാൻഡലിൻ്റെ ലോവർ വിക്ക് 200 ആ ഒരു സപ്പോർട്ടിലേക്ക് റീടെസ്റ്റ് എടുത്തിരിക്കുകയാണ്. അതായത് 200 രാവിലെ ബ്രേക്ക് ചെയ്ത് പോയി. ആ 200 ആദ്യത്തെ സപ്പോർട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ 200 ഒരു സപ്പോർട്ട് ആദ്യമേ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തവണ ആ 200 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വരണം എങ്കിൽ മാത്രമേ അത് 185 അല്ലെങ്കിൽ ഈ ഒരു SMA സപ്പോർട്ട് എടുക്കാനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് പോയി റിജക്ഷനായി എന്നുള്ള ക്വസ്റ്റ്യന് വ്യക്തമായിട്ട് ഉത്തരം. നമ്മുടെ സാധനം റെഡിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും RSI റെഡിലേക്ക് കയറുമ്പോൾ ഒരു റിജക്ഷൻ വരാറുള്ളതാണ്. ആ റിജക്ഷൻ ഇവിടെ റെഡിലേക്ക് കയറി, ഇവിടെ സെൻറ്റർ വൈറ്റ് ഡോട്ടിൽ ഇടിച്ചു, ഹിറ്റ് ചെയ്തു. അത് അവിടെ നമുക്ക് ടാലി ആക്കാൻ പറ്റും. സെക്കൻഡ്, ഈ ലോ വന്ന ക്യാൻഡിൽ പിയിൽ 200 ഭാഗത്തേക്ക് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തതിൻ്റെ റിവേഴ്സാണ് ആ കണ്ടത്. ഇനി ഇവിടെ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നിട്ട് അടുത്ത തവണ 200 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരുമ്പോഴാണ് നിലവിലുള്ള പ്രീവിയസ് ക്യാൻഡലിനെ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് 169 നമ്മുടെ എൻട്രി പ്രൈസിലേക്കോ അല്ലെങ്കിൽ 177 മാർക്കറ്റ് ഹിറ്റ് ആവത്തുള്ളൂ. ഇപ്പുറത്ത് 5,000 രൂപയോ 2,000 3,000 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എക്സിറ്റ് ചെയ്താലും 300 രൂപ പ്രോഫിറ്റാണ് സിയിൽ. വീണ്ടും 200 സപ്പോർട്ട് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 9:48 ഇനി ഉള്ള ടൈമിൽ ഈ മൂവ്മെൻറ്റ് ഫാസ്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് SMA പോയി 10 മണിക്ക് സാധനം ഹിറ്റ് ചെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 6,000 രൂപ ലോസിൽ നിന്നത് 2,130 കുറഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്ത് 5,000 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടോ? ഇപ്പുറത്ത് എന്താക്കാം, ഇപ്പം ഇറങ്ങിയാലും 2,500 രൂപ പ്രോഫിറ്റാണ്. കോസ്റ്റിൽ ഇറങ്ങിയാൽ ഇപ്പുറത്ത് കിട്ടിയ ലാഭം മുഴുവൻ ലാഭം. 173 മുട്ടുമ്പോൾ തൽക്കാലം 2 ലോട്ട് കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ SMA മുട്ടിയതിന് ശേഷം അല്ലെങ്കിൽ 169, ഇപ്പോൾ അടുത്ത ക്യാൻഡിൽ ഫോം ആകുമ്പോൾ 169 മുട്ടി മാർക്കറ്റ് റിവേഴ്സ് ആയാൽ ഒരു തവണ കൂടെ 145 വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ ഒരു W പാറ്റേൺ വന്നിട്ട് മേ ബി മേളിലോട്ട് പോകാം, അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് മേളിലോട്ട് പോയിട്ട് പിന്നെ വരാനുള്ളത് 189. അവിടെ നിന്നൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ 1,140 ലോസ് കുറഞ്ഞു. കോസ്റ്റ് ടു കോസ്റ്റിലേക്കായി 105 രൂപ കോസ്റ്റ് ടു കോസ്റ്റിലേക്കായി 356 രൂപ പ്രോഫിറ്റിലേക്കായി. SMA മുട്ടിയില്ല, അവിടെ റിജക്ഷനായി. അപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റിലേക്കായിട്ടുണ്ട്. അത് SMA മുട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സേഫായിട്ട് സ്വസ്ഥമായിട്ട് മാറാം, ഇല്ലെങ്കിൽ 2 ലോട്ട് കൊടുക്കാം. ഇപ്പം SMA കറക്റ്റായിട്ട് മുട്ടി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്താക്കാം, 2 ലോട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. സെൽ 2 ലോട്ട് എക്സിറ്റ് ചെയ്യുമ്പോൾ നിലവിൽ നമുക്ക് സിംഗിൾ ലോട്ട് വീണ്ടും ആയി 1 തുടങ്ങാം. അതാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സിംഗിൾ ലോട്ടായി കഴിഞ്ഞാൽ വീണ്ടും 1 തുടങ്ങിയിട്ട്
ഇനി നമുക്ക് എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവറേജിങ് പ്രൈസ് 176 വരണം. വീണ്ടും മാർക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാം, 145 വരുമ്പോൾ വേണമെങ്കിൽ വീണ്ടും ആവറേജ് ചെയ്യാം. അപ്പോൾ 6000 രൂപ ലോസ് ഉണ്ടായിരുന്നത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വന്നപ്പോൾ നമുക്ക് സിയിലെ പ്രോഫിറ്റ് എന്താ, പ്രോഫിറ്റായിട്ട് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് 2-3 ലോട്ട് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഓൾറെഡി 500-600 രൂപ പ്രോഫിറ്റായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങാമായിരുന്നു. അപ്പോൾ ഞാനത് 2 മെത്തേഡും കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഇത് 1 ലോട്ടാണെങ്കിലും പിയിലെടുത്ത പ്രോഫിറ്റ് വെച്ചിട്ട് നമുക്ക് ഓൾറെഡി പ്രോഫിറ്റബിൾ ആണ്. അപ്പോൾ അവിടെ നമ്മൾ മിക്കവർക്കും സംഭവിക്കുന്നത് അവിടെ പാനിക്കായി പോവുകയാണ്. നമ്മൾ മനസ്സിൽ കോൺഫിഡൻ്റ് ആയിട്ട് വിശ്വസിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു ലോസും വരില്ല. നമുക്ക് ഈസി ആയിട്ടത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സിംഗിൾ ലോട്ടിൽ നമ്മൾ എടുത്തു വെച്ചതുകൊണ്ട് അതും കോസ്റ്റ് ടു കോസ്റ്റ് വിത്ത് പ്രോഫിറ്റായി. നേരെ മറിച്ച് നമ്മളുടെ അത് 3 ലോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മാസീവായിട്ടുള്ള പ്രോഫിറ്റിൽ നമുക്ക് ഇറങ്ങാമായിരുന്നു. അങ്ങനെ നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പേടിയുള്ള ആളുകൾക്കാണ് ആ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരുമ്പോൾ 2 ലോട്ട് എക്സിറ്റ് ആവാനായിട്ടുള്ള ഒരു പ്രശ്നമുള്ളത്. അല്ലായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് പ്രോഫിറ്റബിൾ ആണ്. കാരണം SMA മുട്ടി. പിന്നെ രണ്ടാമത്തെ കേസ് പിയിൽ SMA മുട്ടിയിട്ടില്ല. പിയിൽ SMA നിലവിൽ താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ് 180 ബ്രേക്ക് ചെയ്ത് പിയിൽ SMAയിലേക്ക് മുട്ടുമ്പോൾ സിയുടെ ടാർഗറ്റ് എവിടെ നിൽക്കും, 190. അപ്പം നമ്മൾ 176 190 ഞാൻ ട്രിഗർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ വിചാരിക്കുക. സെൽ ലിമിറ്റ് കണക്റ്റ് ആവും ഇല്ലയെന്ന് നമുക്ക് നോക്കണമല്ലോ. സെൽ ലിമിറ്റ് ഇട്ടിരിക്കണം 190.40 10 പോയിന്റ്. 3 ലോട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഓൾറെഡി പ്രോഫിറ്റബിൾ ആയി പോയേനെ. ഞാൻ ട്രിഗർ പ്രൈസ് ഇട്ട് വെച്ചിരിക്കുന്നത് 190. എന്താ സംഭവിക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെന്തായി, 6000 രൂപ ലോസ് ഉണ്ടായിരുന്നു. കോസ്റ്റ് ടു കോസ്റ്റിൻ്റെ മേളിൽ എത്തിയപ്പോഴത്തേക്കും ഓൾറെഡി 300-400 പ്രോഫിറ്റ് ആയതാണ്. എങ്കിലും നമ്മളവിടെ എന്താ ചെയ്തേ, 2 ലോട്ട് എക്സിറ്റ് ചെയ്തു. 2 ലോട്ട് എക്സിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പറഞ്ഞത് ചിലപ്പോൾ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു W പാറ്റേൺ. അപ്പം അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് അഗെയിൻ 145 ഭാഗത്തേക്ക് വരും. 145 ഭാഗത്ത് വന്നിട്ടായിരിക്കും വീണ്ടും മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത്. 75 രൂപ ആയെന്ന് പറഞ്ഞിട്ട് ഫ്ലക്ച്വേഷന് തൽക്കാലം കുറവൊന്നുമില്ല. നല്ല രീതിയിലുള്ള ഫ്ലക്ച്വേഷൻ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അത് 1/3 1 2 3 4 5 6 7 ക്യാൻഡിൽ മുകളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ 3 ക്യാൻഡിലോ 4 ക്യാൻഡിലോ തിരിച്ച് 145 വരണം. അപ്പോൾ 54 സെക്കൻഡ് കൂടെ ഉണ്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ 176 നമ്മുടെ ആവറേജിങ് പ്രൈസ്. അപ്പോൾ 28 സെക്കൻഡ് കൂടെ ഉണ്ട് അടുത്ത ക്യാൻഡിൽ ഫോം ആവാൻ. കാരണം 5 മിനിറ്റിൽ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ചെറുപ്പം മുകളിലോട്ട് ഒരു അടി അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 176 നിൽക്കുന്നത് ഒരു ബൈ ഇവിടെ കൊടുത്തു. അപ്പോൾ 168 ഒരു ബൈയും കൂടെ കൊടുത്തു. അപ്പോൾ എങ്ങോട്ടായി, 164 അപ്പോൾ വീണ്ടും എന്ത് ചെയ്ത് ഈ ലെവലിൽ നമ്മൾ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ട് വിടണം. കാരണം 5 മിനിറ്റിൻ്റെ RSIയിൽ 5 മിനിറ്റിൻ്റെ ഇതിൽ മുകളിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ എന്തായി, നമ്മൾ 2 ലോട്ട് എടുത്തു, അത് വീണ്ടും പ്രോഫിറ്റിലേക്ക് വന്നു. ആ സ്റ്റോപ്പ് ലോസ് ഒന്ന് കയറ്റി വെക്കാം. ഈ വൈറ്റ് 3 ഡോട്ടിൽ കറക്റ്റ് ഒരു സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, വീണ്ടും താഴത്തുനിന്ന് ഒരു ആവറേജിങ് കൊടുത്തത്. വീണ്ടും നമുക്ക് എന്തായി, ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നത് വീണ്ടും കയറ്റി ഇട്ടിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് വീണ്ടും എന്തായി, കൃത്യമായിട്ട് അടുത്തൊരു പ്ലാനിങ് അവിടെ നിന്ന് നടത്തി 170 വീണ്ടും ഹിറ്റ് ചെയ്തു. 581,000 വരെ വന്നതാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇത് ഒന്നെങ്കിൽ 2 ലോട്ട് ആവറേജ് ചെയ്തത് എവിടെയെന്ന് വെച്ചാൽ അടിച്ചു പോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടാർഗറ്റ് 190 ആയിരിക്കണം. കാരണം ഈ 5 മിനിറ്റിൻ്റെ RSIയിൽ അപ്പർ സൈഡ് വിക്ക് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഒരു റിവേഴ്സ് താഴത്തോട്ട് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ 2 മിനിറ്റിൻ്റെ ലോവർ വിക്കും വന്നിട്ടില്ല. 170 ഒരു സേഫായിട്ടുള്ളൊരു സോണാണ്. 170 മുകളിലോട്ട് ക്യാൻഡിൽ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ തിരിച്ച് കയറി പൊക്കോളും. അപ്പോൾ 2 ലോട്ട് ആവറേജ് ചെയ്തത് ചെറിയൊരു പോയിന്റിലേക്കൊന്ന് കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1233 ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്ത് 1231 നമുക്ക് ക്ലോസ് ചെയ്യാം. അത് റീ ആവറേജ് ചെയ്തതാണ്. ഈ മൂവ്മെൻറ്റ് കയറി പോയി കഴിഞ്ഞാൽ 190 വരെ പോകും. അപ്പോൾ നമ്മളത് സേഫായിട്ട് അവിടെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ SMA മുട്ടാനായിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ SMA മുട്ടുമ്പോൾ ആവറേജ് ചെയ്ത് 190 വരുമോ ഇല്ലയോ എന്ന് നോക്കാമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതങ്ങനെ നമ്മൾ ചെയ്യുന്നു. ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനം അതേപോലെ അങ്ങ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ഒരു 157 കറക്റ്റായിട്ടൊരു സപ്പോർട്ട് എടുത്തു. സെക്കൻഡിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അടുത്ത ക്യാൻഡിൽ ഏത് രീതിയിലാണെന്ന് ഫോം ആവണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പം അതും ഒരു സപ്പോർട്ട് എടുത്തത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്തേ, അവിടെ നിന്ന് ആവറേജ് ചെയ്ത് കുറച്ചും കൂടെ കൂടുതൽ പ്രോഫിറ്റിൽ നമ്മൾ ഇറങ്ങിയത്. അതൊരു ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ക്ലോസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം 2 മിനിറ്റിൻ്റെ RSI ക്രോസ് ഓവർ ആവുന്നത് വരെ സ്കോപ്പ് ഉണ്ട്. ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറുന്നത് വരെ സ്കോപ്പ് ഉണ്ട്. 180 ഒന്ന് ബ്രേക്ക് ചെയ്താൽ ഒരു വിക്ക് താഴത്തേക്ക് അടിക്കണം SMA. ആ SMA അടിക്കുമ്പോൾ 190 ചെന്ന് ഹിറ്റ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് ഇനി നോക്കാനായിട്ടുള്ളൂ. അത് അടുത്ത ക്യാൻഡിൽ നമുക്കറിയാൻ പറ്റും. 10 മണി. പിന്നെ എന്തുകൊണ്ട് ഇവിടെ എക്സിറ്റ് ആയി എന്ന് ചോദിച്ചാൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോവും 5 മിനിറ്റിൻ്റെ RSIയുടെ ടോപ്പും നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളത് ഈ ഒരു ഭാഗത്ത് സേഫായിട്ട് എക്സിറ്റ് ആയത്. ഇതിങ്ങനെ കയറി ഇറങ്ങി നിൽക്കും. അപ്പം നമ്മൾ എക്സിറ്റ് ആയതിൻ്റെ റീസൺ ഈ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ ഒരു അപ്പർ വിക്ക് നിലവിൽ നിൽപ്പുണ്ടായിരുന്നു. ആ ഒരു ഒറ്റ കേസ് കൊണ്ടാണ് ന്യായമായിട്ടുള്ളൊരു പ്രോഫിറ്റ്. അതായത് ഈ സിയുടെ ക്യാൻഡിലിലെ അപ്പർ വിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ താൽക്കാലികമായിട്ടൊരു എക്സിറ്റ് പ്ലാൻ ചെയ്തത്. പിന്നെ SMA താഴെ ഉണ്ട്. അത് മുട്ടുന്ന വരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ റീ ആവറേജ് ചെയ്ത് രണ്ടും ഹെഡ്ജ് ചെയ്തിട്ട് ഒരെണ്ണം ആവറേജ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് അടുത്തത് ആവറേജ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുക. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ വരുന്നൊരു പിൻബാറ് ഒരു പോസിറ്റീവ് സൈനാണ്. ഈ മൂവ്മെൻറ്റ് കയറി പോയി കഴിഞ്ഞാൽ 190 പോയി നിൽക്കത്തുള്ളൂ. ഇപ്പം പോയിരിക്കുന്ന ഈ ഒരു ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിന്യൂവേഷൻ നെക്സ്റ്റ് ക്യാൻഡിൽ 162 താഴത്തോട്ട് വരാതിരുന്നാൽ കണ്ടിന്യൂവേഷൻ ഈ 170 മുകളിലോട്ട് അടുത്ത ക്യാൻഡിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം നല്ലൊരു മൂവ് കിട്ടാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് നിലവിലത്തെ ടെക്നിക്കൽ അനലൈസിൽ അടുത്ത ക്യാൻഡിലിൽ. അപ്പോൾ അതിൽ ഈ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ അപ്പർ സൈഡിൽ ഒരു റിവേഴ്സ് വന്നാൽ മാത്രമേ ശരിക്കും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് കണ്ടിന്യൂവേഷൻ ഒരു അപ്സൈഡാണ് വരേണ്ടത്. ആ മൂവ്മെൻറ്റ് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ 180, 190, 226 വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അത് SMA കൂടെ മുട്ടുന്നതിനനുസരിച്ചിട്ടേ നമുക്ക് കാര്യങ്ങൾ പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഈ SMA P മുട്ടുമ്പോൾ 170 ബ്രേക്ക് ചെയ്തിട്ട് എവിടം വരെ പോകും എന്നുള്ളതാണ് ആദ്യത്തെ മൂവ്മെൻറ്റ്. സാധാരണ ഇതൊരു ടെക്നിക്കൽ കണ്ടിന്യൂവേഷനാണ് വരേണ്ടത് നോർമലി. ഈ ഒരു വിക്ക് 5 മിനിറ്റിൻ്റെ ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു കാര്യത്തിൽ മാത്രം ഡൗട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ഒരു കൺഫർമേഷനായിട്ട് മുകളിലോട്ട് പോകേണ്ടതാണ്. ടെക്നിക്കലി ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു കണ്ടിന്യൂഷൻ മൂവാണ് കണ്ടിരിക്കുന്നത്.
അത് ആദ്യത്തെ മൂവ്മെൻറ്റ് എവിടം വരെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SMA പിയുടെ സ്ട്രൈക്ക് ടച്ച് ചെയ്യുന്നത് വരെ സിയിൽ താൽക്കാലികമായിട്ടൊരു മൂവ്, അതിനുശേഷമാണ് ബാക്കി കണ്ടിന്യൂഷൻ മൂവ് ടെക്നിക്കൽ നോക്കുമ്പോൾ. പിന്നെ ഇവിടെ ഒരു ഡൗട്ടുള്ളതിന് കാരണം ഈ മൂവ്മെൻറ്റ് മുകളിലോട്ട് പോകുമെന്നുള്ളതിൻ്റെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു ഡൗട്ടുള്ളത് ഈ 9-10 മണിയുടെ ക്യാൻഡിലിൽ മാർക്കറ്റിൻ്റെ ഈ ഒരു ലെവലിലേക്ക് റിവേഴ്സ് വരാനായിട്ടുള്ളൊരു സാഹചര്യം മാർക്കറ്റിലുണ്ട്. ആ ഒരു കേസിൽ മാത്രം ഒരു ഡൗട്ട് ഉള്ളതുള്ളൂ. അല്ലാത്ത പക്ഷം ഡെഫിനറ്റ്ലി ഈ 100% സിയിലെ മൂവ്മെൻ്റ് ആണ് കിട്ടേണ്ടത്. ഞാൻ കണ്ട് വന്നേക്കുന്ന രീതി വെച്ചിട്ട് സിയിലാണ് ട്രെൻഡ് കണ്ടിന്യൂഷൻ വരേണ്ടത്. ടെക്നിക്കലി നോക്കുമ്പോൾ ഇത്ര നാൾ ഇതേപോലത്തെ ഒരു സാഹചര്യങ്ങളിൽ ട്രെൻഡ് കണ്ടിന്യൂഷനാണ് വന്നേക്കുന്നത്. അതിന്നും അതേപോലെ ആവട്ടെ. അതേപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് 180 190 ഈസിയായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തെ റിജക്ഷൻ പോയിൻ്റാണ് ഈ 180 എന്നുള്ളൊരു ലെവൽ. അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 172 പിയുടെ ഒരു റിജക്ഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ട്രെൻഡ് കണ്ടിന്യൂഷൻ 179 ടച്ച് ചെയ്തു, SMA ടച്ച് ചെയ്തു, 180 ടച്ച് ചെയ്തു. ആ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ 186 മാർക്കറ്റ് ടച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞത് 172 ടച്ച് ചെയ്യുമെന്നാണ് പറഞ്ഞത്, ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു 100% ഒക്കെ നമുക്ക് ഏകദേശം ഉറപ്പുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ 172 ടച്ച് ചെയ്തപ്പോൾ പി എവിടെ, സി എവിടെ ടച്ച് ചെയ്തു? 190 അടുത്ത് എത്തിയിട്ടില്ല. നമ്മൾ 190 പറഞ്ഞത്. അത് DKയുടെ വ്യത്യാസം കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അടുത്ത റിജക്ഷൻ പിയിൽ 172 വരും. ആ 172 റിജക്ഷൻ ആയപ്പോൾ ഇപ്പുറത്ത് സിയിൽ എവിടം വരെ പോയി? 185 വരെ പോയി. 190 വന്നില്ല. 5 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ആ 5 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് എന്തുകൊണ്ട് വന്നു എന്ന് വെച്ചാൽ ഇപ്പുറത്ത് നമ്മളൊരു 172 റിജക്ഷൻ വന്നതുകൊണ്ടാണ്. ഇപ്പോൾ എഗെയിൻ ആ 172 റിജക്ഷൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മളുടെ 190 മാർക്കറ്റ് ഹിറ്റ് ചെയ്യും. ഈ RSI ഗ്രീനിലേക്ക് കയറുന്ന സമയം ഹൈ വോളിയം ജനറേറ്റ് ആണ് സാധാരണ പൊതുവെ മാർക്കറ്റിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് 100% ടെക്നിക്കലി ഒരു കണ്ടിന്യൂഷൻ, ട്രെൻഡ് കണ്ടിന്യൂഷൻ മൂവാണ്. അത് 190 വരെ മേ ബി വന്നേക്കാം. അത് ഇപ്പുറത്തെ ബേസ് ചെയ്തിട്ട് 5 പോയിൻറ്റിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി 190 ടാലി ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗെയിൻ സി 171 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരണം. അപ്പോൾ നമ്മൾ 5 മിനിറ്റിലേക്ക് മാറ്റി RSI വീണ്ടും കയറുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ 190, സെക്കൻഡ് ലെവൽ എന്ന് പറഞ്ഞാൽ 198. അപ്പോൾ ഈ 190 എന്നുള്ള ലെവലിലെ ബ്ലൂ ലൈൻ ഞാൻ മാറ്റുകയാണ്. കാരണം 190 ലെവല് ചിലപ്പോൾ നമ്മൾ ബ്ലൂ ലൈൻ വരച്ച് വെച്ചാൽ അത് റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ 190 മനസ്സിൽ വെക്കുക. അതും കഴിഞ്ഞ് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 201 അടുത്ത മൂവ്മെൻറ്റ്. ഇപ്പോൾ ഈ ക്യാൻഡിൽ ഒരു ലോ വരാൻ ചാൻസ് ഉണ്ട് 185 ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ. അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് 190 200 195 ഒക്കെ പൊക്കോട്ടെ, നമുക്ക് യാതൊരു വിധ പരാതിയില്ല. 177 ഒരു ലോ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ഇതിൽ നിൽക്കാൻ. കാരണം ഇപ്പുറത്ത് ഇവിടെ ഒരു ബേസ് ഉണ്ട്, 2 ക്യാൻഡിലിൻ്റെ ഒരു ബേസ് ഉണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരണം. ഇതിൻ്റെ നിലവിലത്തെ ക്യാൻഡിലൊരു ലോ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചാണ്. 177 ഭാഗത്തേക്കൊരു ലോ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇനി അടുത്ത മൂവ്മെൻറ്റ് 185 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 190 195 പൊക്കോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഈ ഒരു ക്യാൻഡിലിൻ്റെ 2 ക്യാൻഡിലിൻ്റെ വിക്ക് ഉണ്ട്. അപ്പോൾ 190 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് SMA ആണ്. SMA എന്ന് പറയണത് ഞാൻ ആ 190 മാറ്റിയതിൻ്റെ കാര്യം എങ്ങാനും 195 ഇട്ട് പോകണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പുറത്ത് 2 ക്യാൻഡിലിൻ്റെ ബേസ് ഉണ്ട്, ടോപ്പ് എഡ്ജ് ഉണ്ട്. അതായത് 165 എന്നുള്ള കറക്റ്റ് സപ്പോർട്ട് ലെവലിലാണ് ഇത് വന്ന് ഹിറ്റ് ചെയ്തിരിക്കണേ. അപ്പോൾ ഇവിടെ 2 പ്രാവശ്യം
റെസിസ്റ്റ് ചെയ്ത സ്ഥലത്ത് ബ്രേക്ക് ഔട്ടായ സ്ഥലത്താണ് റെസിസ്റ്റൻസ് ബിക്കം എ സപ്പോർട്ട് എന്നാണ്. അപ്പോൾ ഈ 165 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ഫാളായ മാർക്കറ്റ് പിന്നെ 142ലേക്കായിരിക്കും ഫാളാവുന്നത്. അപ്പോൾ 2-3 ക്യാൻഡിൽ ഇവിടെ ഒന്ന് സ്ട്രഗിൾ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് 190 നമ്മളൊരു ലെവൽ പറഞ്ഞത്. പക്ഷേ SMA മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ 195 205 നമുക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം നിലവിലുള്ള 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ആദ്യം ഒരു ലോ വരും. ലോ വന്നിട്ടേ തിരിച്ച് മുകളിലോട്ട് പോകുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ 178 ഭാഗത്തേക്ക് ലോ എടുക്കാൻ വരുമ്പോൾ ആ ക്യാൻഡിൽ ഞാൻ അവിടെ എൻട്രി എടുത്തിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 3 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ 2 ലോട്ട് 190 കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഒരു പോയിന്റ് കയറ്റി വെച്ചിട്ട് വെയിറ്റ് ചെയ്യും. ഒന്നെങ്കിൽ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ അത് 195ലേക്ക് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞു 2 സപ്പോർട്ട് ലെവലുണ്ട്. അവിടെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 190 195 201 ഉണ്ടായിട്ടും നമ്മൾ 190 ഒരു ട്രിഗർ പ്രൈസ് ആയിട്ട് വെച്ചതിൻ്റെ റീസൺ ഇവിടെ 2 സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. ഇനിയിപ്പോൾ അത് രണ്ടാമത് 2-3 ക്യാൻഡിലിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 142ലേക്ക് ഫാൾ ആവത്തുള്ളൂ. കറക്റ്റ് അവിടെ നമുക്കിടാം. അതായത് പിയിൽ മാർക്കറ്റ് ഡൗൺ ആയി 142ലേക്ക് ഫാൾ ആവുമ്പോൾ CE 201 226 ടച്ച് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ മാർക്കറ്റ് 211ലാണ് നിൽക്കുന്നത്. നമ്മൾ 218 226 പ്രതീക്ഷിക്കുന്നത്. അതായത് പിയിൽ ഒരു 3 ക്യാൻഡിൽ സ്ട്രഗിൾ ചെയ്യാം. 3 ക്യാൻഡിൽ സ്ട്രഗിൾ ചെയ്തിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ 142ലേക്ക് ഫാൾ ആവുമെന്നാണ് പറഞ്ഞത്. അപ്പം നിലവിലെ ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ 142ആണ്. അത് കറക്റ്റ് 142 ടച്ച് ചെയ്തു. ഒപ്പത്തിനൊപ്പം ഇവിടെ 213ലാണ് നിൽക്കുന്നത്. കാരണം ഇവിടുത്തെ RSI ക്രോസ് ഓവർ ചെയ്ത് കഴിയാതെ നമുക്ക് അടുത്ത മൂവ്മെൻറ്റ് പ്രതീക്ഷയില്ല. പിന്നെ 15 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ്സിൽ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 23,820ലാണ്. 23,841 വരെ 23,820 ചെറിയൊരു റെസിസ്റ്റൻ്റ് ഉണ്ട്. ആ റെസിസ്റ്റൻറ്റും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റ്സിൽ മാർക്കറ്റ് 23,841 ടച്ച് ചെയ്യും. 23,841 ടച്ച് ചെയ്യുമ്പോൾ ഇത് എവിടം വരെ ടച്ച് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. 226 നോർമലായിട്ടുള്ളൊരു പൊസിഷൻ. അപ്പോൾ എത്ര പോയിന്റ് നമ്മൾ എടുത്തെടുത്ത് ഹോൾഡ് ചെയ്താലും അല്ലെങ്കിലും നമ്മൾ 155 ആവറേജ് ചെയ്ത ഒരു സാധനം 3 ലോട്ടിൽ 21 പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കളിയൊന്നുമല്ല. നല്ല രീതിയിലുള്ള മൂവ്മെൻ്റാണ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കണേ. അപ്പം അത് ഇവിടുത്തെ ചെറിയൊരു റിജക്ഷൻ 220ലാണ് നിൽക്കുന്നത്. 220 എന്ന് പറയുമ്പോൾ അടുത്ത കൺസോളിഡേഷൻ സോൺ 235ആണ്. അപ്പോൾ 220 15 പോയിന്റ് വേണം സ്ട്രൈക്ക് റീച്ച് നമ്മുടെ ടാർഗറ്റ് റീച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ 15 മിനിറ്റ്സിൽ ഒരു 2-3 ക്യാൻഡിൽ ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടേ പോകത്തുള്ളൂ. 220 ആദ്യത്തെ ട്രിഗർ അടിച്ച് നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ റെസ്പെക്റ്റ് ആണ്. ഈ RSI മേളിൽ പോയി ക്രോസ് ഓവറായി ഗ്രീനിലേക്ക് എത്തുന്ന സമയത്ത് ഇത് 235 പോകാം, 250 പോകാം, 265 പോകാം. അതിനൊക്കെ ചാൻസ് കിടപ്പുണ്ട്. 15 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡാണ് ഇപ്പോൾ കയറി നിൽക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ സിയിലേക്കാണെന്ന് മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിനിടക്ക് പിയിൽ ഇവിടെ 165 2-3 ക്യാൻഡിൽ സ്ട്രഗിൾ ചെയ്യുമെന്നാണ് പറഞ്ഞു. 1 2 3 4 ക്യാൻഡിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് മാർക്കറ്റ് ഡൗൺ ആയി 142ലേക്ക് വന്നത്. അപ്പോൾ ഇൻഡെക്സിൽ 23,826 ആയിട്ടുണ്ട്. ഒരു 20 പോയിന്റും കൂടെ മൂവ് ചെയ്താൽ 15 മിനിറ്റ്സിൽ ആദ്യത്തെ കൺസോൾട്ടേഷൻ സോണിലേക്ക് സി എത്തും. 15 പോയിൻറ്റ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ടാലി ചെയ്യുമ്പോൾ CE 235 എത്തേണ്ടതാണ്. അപ്പോൾ 235 എത്തുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്കാൻ പറ്റും. 10-15 പോയിന്റ് കൂടെ ഉള്ളൂ. അപ്പോൾ 20 പോയിന്റ് ഇൻഡെക്സിൽ മൂവ് ചെയ്യുമ്പോൾ 15 പോയിന്റ് നമുക്ക് എന്താക്കാം, 235 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പും കൂടെ ഉണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോൾ ഇപ്പോഴും ഫ്യൂച്ചർ ഇൻഡെക്സ് ചാർട്ട് എത്തിയിട്ടില്ല. ഇൻഡെക്സ് ചാർട്ട് 23,834ലാണ് നിൽക്കുന്നത്. 10 പോയിന്റും കൂടെ മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ 10 പോയിന്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ 230 എന്നുള്ളത് 250 ഗ്യാപ്പ് ഫില്ലിങ് പോകുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് 235 ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 5 മിനിറ്റിൻ്റെ RSI ക്രോസ് ഓവർ ആവുന്നത് വരെ
മാർക്കറ്റ് സിയിലാണ്. അത് ക്രോസ് ഓവർ ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 241 ആയിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ്സിലും ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 150, 236, 250 മുട്ടുമ്പോൾ നമ്മളെടുത്ത എൻട്രി നമ്മൾ ഹോൾഡ് ചെയ്തില്ല, ഹോൾഡ് ചെയ്തവരുണ്ടാവാം. അപ്പോൾ ആ 5 മിനിറ്റിന് RSI ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്താൽ ഓൾമോസ്റ്റ് 250 ആവറേജ് ചെയ്ത പൊസിഷനിൽ നിന്ന് കറക്റ്റ് 100 പോയിൻ്റാണ് ഇൻഡെക്സ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇൻഡെക്സ് എനിക്ക് വേറൊരു ചാർട്ടിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം 23,724 3 ദിവസത്തെ സപ്പോർട്ട് ലെവലുണ്ട്. അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ക്രോസ് ഓവറിൽ 5 മിനിറ്റിൽ എടുത്തത്. 2 മിനിറ്റിൻ്റെ ക്രോസ് ഓവറിലാണ് എൻട്രി ചെയ്തത്. അത് ഓൾമോസ്റ്റ് താഴത്തോട്ടുള്ള ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. മേളിൽ 23,834 ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് ഓൾറെഡി നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ അതിന് മേളിലോട്ട് പോയാൽ ഈ RSI 50 മിനിറ്റ്സിൻ്റെ ക്രോസ് ഓവർ ആവുന്നവരെ സി തന്നെയാണ്. അപ്പോൾ 23,843 കൺസോൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും മാർക്കറ്റ് 23,874 കൂടെ ബ്രേക്ക് ചെയ്താലാണ് 23,914 മാർക്കറ്റ് പോകുള്ളൂ. അപ്പോൾ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് പേരൊക്കെ രാവിലെ പ്രോഫിറ്റ് എടുത്ത് മാറിയിട്ടുണ്ട്, കുറച്ച് പേരൊക്കെ എന്തോ ഹോൾഡൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യം ഒരു 3-4 പേരുടേതൊക്കെ ഇപ്പം കുറച്ച് കാണിക്കാം കിട്ടിയത്. 1200, 798, 5032, 5385. ഇനി പുറമേ കുറച്ച് വരാനായിട്ടുണ്ട്. അത് ആ വഴിക്ക് നടക്കട്ടെ, അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ജനുവരി മുതൽ 1 ഇയർ പ്രോഗ്രാമിലേക്ക്, അതായത് 1 ഇയർ ട്രെയിനിങ് പ്രോഗ്രാമാണ്. നമ്മൾ എൻട്രി എക്സിറ്റ് അല്ല പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് വെച്ചിട്ട് എങ്ങനെ റീഡ് ചെയ്യാം, ടെൻഷൻ ഇല്ലാതെ ട്രേഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് വ്യൂ അനലൈസ് ചെയ്ത് നമ്മുടെ ലൈവ് റൂമിൽ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് ടെൻഷൻ ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജനുവരി തൊട്ടുള്ള നമ്മുടെ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.